ഇത് ഫുള്ളൊരു മരാട്ടാ, ഈ 4 കൊമ്പും. അപ്പോൾ ഈ ഒരു മരത്തുമ്പത്തും ഇതിമന്ന് കുറച്ച് ഇല എടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഒരു ദിവസത്തെ കറി വെക്കാനുള്ള ഇല ഇതാ 2 മരത്തുമ്മലുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു മരത്തുമ്മലുണ്ട്, ഇവിടെ ഒരു മരമുണ്ട്. പിന്നെ ഇതേമാതിരി ഒരുപാട് ഇലയുള്ളൊരു മരമുണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് പച്ചക്കറി ഉണ്ടാക്കിയുള്ള അവസ്ഥ. പച്ചക്കറിക്ക് വളം ഇട്ട് കൊടുത്തുകാണ്ട് അതിൽ നമ്മൾ കർമ്മത്തിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട്, എനിക്ക് കർമ്മത്തിൻ്റെ മരം ഉണ്ടായിട്ടോ. അതിൽ നമ്മളെ വേസ്റ്റിൻ്റെ ഇത് കാണിച്ചു, വേസ്റ്റ് സംഭരണം. അങ്ങനെ ഒരു പഴയ ഒരു പത്തിരിക്കല്ലാണ്. അപ്പോൾ ഞാനിത് കൊടുക്കാതെ വെച്ചേക്കാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അടിയിൽ കനത്തിന് വേണ്ടിയിട്ട് ദമ്മിടുന്ന സമയത്തൊക്കെ വെക്കാമെന്നുള്ളതിലേക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് അയിമലൊന്ന് മൂടി കൊടുത്തേക്കാണ്. ഈ പാത്രം എങ്ങനെ വെച്ചാൽ വലിയൊരു കേനായിരുന്നു, അത് മുറിച്ചുകാണ്ട് അടിയിൽ ഇതാക്കി വെച്ചാൽ അപ്പോൾ ഈ വേസ്റ്റ് വെള്ളം ഇതിൻ്റെ അടിയിലേക്ക് വരും കേട്ടോ. അപ്പോൾ ആ അടിയിലത്തെ വെള്ളം നമുക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കുക ചെയ്യാം. ഒഴിച്ച് കൊടുക്കുക ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തൊരിതാണത്. ഇതാ ഈ ഒരു കുപ്പി, ഈ കുപ്പിൻ്റെ മൂടിക്ക് ഓട്ട കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്താൽ അത് നന്ന അടിയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അത് എല്ലാ ഇതിലും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വളമ നേരിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നല്ല പറയാം. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല. അപ്പോൾ ഈ സുർക്ക കുപ്പിയൊക്കെ ഒഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ കുത്തി കൊടുക്കലട്ടോ. അതെല്ലാ മരത്തിൻ്റെ ചോട്ടുമുണ്ട്, എല്ലാ പച്ചക്കറീൻ്റെ ചോട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ പരിപാടികൾ. മഴ ഭൂമിക്ക് തട്ടിയപ്പോത്തിന് തൊടുവാകെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഓലയും ഇതെല്ലാം കൂടി മഴൻ്റെ ഒരു ഇതുണ്ടാകുമ്പോൾ തന്നെ ഒന്നായിട്ട് ഒടിഞ്ഞും തൂങ്ങിയും ഒക്കെ പോവുമല്ലോ. പിന്നെന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് നനച്ച് കൊടുത്തുകൊണ്ടിരുന്നതിൻ്റെ കർമ്മത്തി മരങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നന്നായിട്ട് തീർത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചക്ക ഉണ്ടില്ലങ്ങൾ, ഇനിയിപ്പോൾ ഈ ചക്ക എല്ലാം വരിസത്തൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആർക്കും ആവശ്യം ഉണ്ടാവില്ല. ഈ ചിങ്കോതും ഒക്കെ കൂടി ഒരു കഥയായിരിക്കും. പണ്ടൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇടിച്ചക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ആർക്കും ആവശ്യമില്ലാത്തൊരു ഉപയോഗ വസ്തു ആയിരിക്കണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിത് ധാരാളമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ. ഇത് എപ്പോഴും വരിസത്തേക്ക് മാത്രം ഉണ്ടാക്കുന്ന ഒരു പിലാവാണ്. വരിസം ഉണ്ടായാൽ ഇതിൽ ചക്കയും ഒക്കെ നിറയെ ഉണ്ടാവും. അതാണെങ്കിൽ പഴഞ്ചക്കയാണ്. വരിക്കച്ചക്കയാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും യൂസ് ആവും. എൻ്റെ ചെരങ്ങൻ്റെ വള്ളി ഉണ്ടെങ്കിൽ ചെരങ്ങൻ്റെ വള്ളി ഇതിമത്തൊക്കെ ഇല ഞാൻ ആവുമ്പത്തിന് തന്നെ നുള്ളിയതാണ്. നിങ്ങൾ പിന്നെ കണ്ടാൽ പറയും ഇപ്പത്തേനും നുള്ളൂല താത്ത. പക്ഷേ എനിക്ക് കായ്ച്ചില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കായ് ഉണ്ടാവില്ല, ഇല ഉണ്ടാവും. അപ്പോൾ ഇലൻ്റെ ആവശ്യമെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യണം കേട്ടോ. നമ്മളൊരു വെണ്ടക്കൻ്റെ ഇത് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതങ്ങനെ വളഞ്ഞ് തൂങ്ങിയൊക്കെ നിൽക്കണം. ഇതൊക്കെയാണ് നമ്മളെ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ ആ ഒരു ട്രിപ്പ് ഇവിടെ തിരുമ്പി ഇട്ടിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് ഞാനിവിടെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 ട്രിപ്പ് തിരുമ്പൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഈ അയലുമ്മലൊക്കെ ഒന്നായിട്ട് കൊള്ളൂല കേട്ടോ. ഇനി ഒരു 1/2 ട്രിപ്പും കൂടി തിരുമ്പാനുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് അയിൽ ഉണങ്ങാനുണ്ട്. അപ്പോൾ കൂടി അതിൻ്റെ 6 അയലുണ്ട്. പക്ഷേ എല്ലാം കൂടെ കഴിയുമ്പോൾ കൊള്ളാത്തതുകൊണ്ട് ഈ ഒരു ബക്കറ്റിലുള്ളത് ഞാൻ മേലെ വരാന്തിയിലുള്ള അയലുമൊക്കെ കൊടുത്തേക്കാണ്. അത് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ കട്ടി കുറഞ്ഞതാണ് മേലേക്ക് കൊടുത്തേക്കുക, ജസ്റ്റ് വേഗം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. കട്ടിയുള്ളതൊക്കെ ഇവിടുത്തേനുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ അയലുമ്മലൊക്കെ പറഞ്ഞില്ല ഈ ഭാഗത്തൊക്കെ ഇടാനുള്ളതാണ്. ഇനി ഇതിക്ക് കുറച്ചും കൂടി തിരുമ്പാട്ടിൻ്റെ ശേഷമാണ് മെഷീൻ ഓണാക്കുള്ളൂ. അപ്പോൾ ഇതാ മുളകിൻ്റെ ഇലൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇനി ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കൈകൊണ്ട് പിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ വലിയ തണ്ടുണ്ടല്ലോ ഇലൻ്റെ, അതൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഒക്കെ ഇളയതാണ്. ഇപ്പോൾ ഞാൻ മഴ പെയ്യണീൻ്റെ കുറച്ച് ദിവസം എടുക്കുകയാണ് കംപ്ലീറ്റും കട്ട് ചെയ്ത് കാണ്ട് വന്നത്. അപ്പോൾ അത് നല്ലോണം കിളിർത്ത് ഉണ്ടായതാണ്. ഇളയ ഇല കേട്ടോ. ഒരു 3-4 തള തളക്കുമ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും. നല്ല ടേസ്റ്റുമാണ് ഇതിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ. നല്ല ഉള്ളിയൊക്കെ ഇട്ടുകാണ്ടൊന്ന് തൂമ്പിച്ചെടുത്താൽ സൂപ്പർ കറിയാണ്. നല്ല കഞ്ഞിവെള്ളത്തിൻ്റെ അടി കട്ടിയുള്ള ഭാഗമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതേമാതിരി നമ്മൾ വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഇല ഒന്ന് സോഫ്റ്റ് ആകാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇലയൊക്കെ വെന്ത് വാങ്ങി വെച്ചു. അപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
അത് ആ വറ്റിച്ചാൻ വെച്ചേക്കാണ്. പിന്നെ ചെമ്മീനുണ്ട്, അത് ഞാൻ കായം തേച്ച് ഫ്രിഡ്ജിക്ക് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഉമ്മ ഉണക്കലീൻ കറി വെക്കുകയാണ്. ഉമ്മക്ക് ഉണക്കലീൻ കറി മതിയെന്ന് പറഞ്ഞിട്ട് ഇലൻ്റെ ഇത് ഞാൻ തൂമ്പിച്ചാൽ ലാസ്റ്റ് ഒന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ തൂമ്പിക്കലും ഉപ്പേരിൻ്റെ പരിപാടിയൊക്കെ ലാസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് മീൻ കറിയാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ മീൻ കറി ഉണ്ടായിക്കൊണ്ടും അതുണ്ടാക്കുന്നത് മൂത്ത ആൾ മീൻ കൂട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇല റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇതാ കൂട്ടാനൊക്കെ ഇവിടെ സെറ്റാണ്. ഉള്ളി സമ്മന്തി ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ.